ഹലോ ഫ്രണ്ട്സ്, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. അതായിരുന്നു എൻ്റെ അവസ്ഥ. സംഭവം വേറൊന്നുമല്ല, വിലയും കൂലിയുമില്ലാത്ത ഈ അവസ്ഥയിൽ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചുപോയി. അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടും എനിക്ക് സാധിക്കാതെ പോയത്. വാസ്തവത്തിൽ ഇന്നും വീഡിയോ ഉണ്ടാവില്ലായിരുന്നു, കാരണം ഫോൺ ഞാൻ ശരിയാക്കില്ലായിരുന്നു. പക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആരെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിലോ, ഒരുപാട് ജോലിക്കും ഇൻ്റർവ്യൂസിനും അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ ആരും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അത് ഓർത്തുകൊണ്ട് മാത്രമാണ് ഫോൺ ഉടനെ തന്നെ ശരിയാക്കിയത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാനും സാധിക്കുന്നത്. അപ്പോൾ ഇനിയും പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനെറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 35ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യേഹോങ്യു ഷീലിങ്ങിൻ്റെ അധികാരിയോട് സംസാരിക്കുന്നതാണ്. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ യേഹോങ്യുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. കാരണം യേഹോങ്യു അവനെ അറ്റാക്ക് ചെയ്തിരുന്നു, എന്നാൽ ഷീലിങ്ങിൻ്റെ അധികാരി അവനെ തടഞ്ഞു. യേഹോങ്യു ആകട്ടെ തുടർന്ന് പറയുകയാണ്, പ്രകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതല്ല. വാസ്തവത്തിൽ നമ്മൾ ഈ പ്രവർത്തിക്കുന്നത് പ്രകാശത്തിന് വേണ്ടി തന്നെയാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? താങ് സ്റ്റേറ്റ് പ്രകാശത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, എന്നിട്ടും അവർ വർഷങ്ങളോളം നിലനിൽക്കുന്നു. ഇന്ന് അവരുടെ കൂടെ ഫൂസിയില്ല, ഗോഡ് ചാറ്റ് ഇൻഫോർമേഷൻ ഇല്ല, എന്നിട്ടും അവർക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ടും ഷീലിങ്ങിൻ്റെ അധികാരി അതിൻ്റെ ന്യായീകരണമായിട്ട് പറയുന്നത് അതൊക്കെ റൂമേഴ്സാണ്, പ്രകാശത്തിൻ്റെ പാതയിൽ ചരിക്കുമ്പോൾ ഇങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെയാണ്. അതുമാത്രമല്ല, അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ പേരിൽ യേഹോങ്യുവിന് പോലും പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ യേഹോങ്യു ദേഷ്യത്തോടെ പറയുകയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ പണിഷ് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞതൊക്കെ ശരിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ശക്തി ഇപ്പോൾ പ്രയോഗിക്കാൻ സാധിക്കുന്നില്ലേ? തേർഡ് സിസ്റ്ററിൻ്റെ അറ്റാക്ക് നല്ലവണ്ണം ഏറ്റിട്ടുണ്ടാകുമല്ലേ? അതൊക്കെ കേട്ട് ഷീലിങ്ങിൻ്റെ അധികാരിയുടെ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അയാൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. യേഹോങ്യു ആകട്ടെ തുടർന്ന് പറയുകയാണ്, ഒരു നീതിമാന് മാത്രമേ ഷീലിങ്ങിൻ്റെ അധികാരിയായിട്ട് എന്നെന്നും നിലനിൽക്കാനാവുകയുള്ളൂ. നിങ്ങളൊരു നീതിമാനാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നീതിമാനല്ലാത്തവർക്ക് ലൈറ്റ് തന്നെ പണിഷ്മെൻറ്റ് നൽകും. അത് കേട്ട് അധികം ഉച്ചത്തിലല്ലാതെ ഷീലിങ്ങിൻ്റെ അധികാരി ദേഷ്യത്തോടെ യേഹോങ്യു എന്ന് വിളിക്കുന്നു. യേഹോങ്യു ആയിട്ട് അതിനുശേഷം എല്ലാവരെയും നോക്കി പറയുകയാണ്, ഗ്രീൻ ഫോർജിൽ വെച്ച് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു, എന്നിട്ടും അക്കാദമിയിൽ നിന്നുള്ള ആ 7 പേരെ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താനായില്ല. ഞങ്ങൾ പരാജിതരായി തിരികെ വന്നു. എനിക്ക് അതൊക്കെ ഓർത്തിട്ട് ശരിക്കും ലജ്ജ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് താങ് സ്റ്റേറ്റിലേക്ക് പോയി നെഗോസിയേഷൻ നടത്താൻ പോവുകയാണ്. ഇനി യുദ്ധമുണ്ടാകില്ല. യുദ്ധം മൂലം ആളുകൾ കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതിനുശേഷം അവിടെയുള്ള എല്ലാ പ്രീസ്റ്റുകളുടെയും അഭിപ്രായം യേഹോങ്യു ചോദിക്കുന്നു. അപ്പോൾ നല്ലവനായിട്ടുള്ള ആ പ്രീസ്റ്റ് മുന്നോട്ട് വന്ന് അതിനോട് യോജിക്കുന്നുണ്ട്. എന്നാൽ ഉടൻ തന്നെ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ജനങ്ങൾ ഇനിയും കഷ്ടപ്പാട് അനുഭവിക്കരുത്. അവർക്ക് സമാധാനപൂർവ്വമായൊരു ജീവിതം ഉണ്ടാകണം. ഉടനെ തന്നെ നീ നെഗോസിയേഷന് വേണ്ടി താങ് സ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടോളൂ. ഈ ഒരു അവസരത്തിൽ ഷീലിങ്ങിൻ്റെ അധികാരിക്ക് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അയാൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഷീലിങ്ങിലെ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ഷീലിങ്ങിൻ്റെ അധികാരിയോട് ചോദിക്കുന്നുണ്ട്, യേഹോങ്യു അഹങ്കാരത്തോടെയാണ് ഇവിടെ പ്രവർത്തിച്ചത്, എന്നിട്ടും അവളെ എന്തുകൊണ്ടാണ് പണിഷ് ചെയ്യാതിരുന്നത്? അതുമാത്രമല്ല, താങ് സ്റ്റേറ്റിലേക്ക് പോകാൻ അനുവദിച്ചും ഇരിക്കുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, അവൾ പറഞ്ഞത് ശരിയല്ലേ? ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അപ്പോൾ പറയുകയാണ്, പക്ഷേ അവൾ പറയുന്നത് അങ്ങനെയൊക്കെ അനുസരിക്കുകയാണെങ്കിൽ എല്ലാവരും അവൾ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അവൾ പറഞ്ഞതിനോട് അങ്ങനെയൊന്നും യോജിക്കാൻ പാടില്ലായിരുന്നു. ഭാവിയിൽ അവൾ നമ്മുടെ ശത്രുക്കളുമായിട്ട് ചേരുകയാണെങ്കിലോ എല്ലാവരും അവൾ പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ഞാൻ ഷീലിങ്ങിൻ്റെ അധികാരിയാണ്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഷീലിങ്ങിൻ്റെ അധികാരിയാണെന്ന് പറഞ്ഞ് ഈ സ്ഥാനത്തിരിക്കുന്നത്? നീ ഒരു കാര്യം ഓർത്തോളൂ, ഇതൊന്നും അധികം നാൾ നീണ്ടു നിൽക്കില്ല. പിന്നെ കാണിക്കുന്നത് അക്കാദമിയാണ്. ഷിയോതാങ് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു സഹോദരൻ ഷിയോതാങ്ങിനോട് ചോദിക്കുകയാണ്, നീ നല്ല സന്തോഷവതിയൊന്നും അല്ലല്ലോ, പിയെ കാണാത്തതുകൊണ്ടാണോ? എന്നാൽ ആ ഡിഷ് നല്ലതായിരിക്കുമോ എന്നോർത്താണ് താൻ ആകുലപ്പെട്ടത്, അതിനെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ നുണ പറയുന്നു. എന്നാൽ അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുകയാണ്, ഈ ഡിഷ് പി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, കാരണം പി അല്ലേ ഈ സീക്രട്ട് നിനക്ക് പറഞ്ഞു തന്നത്. പക്ഷേ നിന്റെ വിഷമം പിയെ കുറിച്ച് ഓർത്ത് തന്നെയാണ്, നീ അത് സമ്മതിച്ചേ മതിയാകൂ. അവസാനം അവൾ അത് സമ്മതിച്ച് അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു സഹോദരൻ പറയുകയാണ്, നീ അവനെ മിസ് ചെയ്യുകയാണെങ്കിൽ അവനെ തേടി പോകണം. അത് ഭൂമിയുടെ ഏത് അറ്റത്താണെങ്കിൽ പോലും നിനക്ക് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൻ പതുക്കെ നടന്ന് അവൻ ആലോചിക്കുകയാണ്, സാങ്, നീ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷേ നീ ഫൂസിയുടെ കൂടെ സ്വർഗത്തിലേക്കല്ലേ പോയത്? നിന്നെ എവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്? അപ്പോൾ നടന്നു പോകുന്ന നിനക്ക് കണ്ടു കഴിയുമ്പോൾ മറ്റൊരു സഹോദരൻ ചോദിക്കുകയാണ്, നീ ആകെ ഡിപ്രസ്ഡ് ആണല്ലോ, എങ്ങനെ നീ മുന്നോട്ട് പോകുന്നത് ഒട്ടും നല്ലതല്ല. എന്നാൽ എത്രയൊക്കെ ചോദിച്ചിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ല, തൻ്റെ സഹോദരന്മാരെക്കുറിച്ച്, മൂത്ത സഹോദരന്മാരെക്കുറിച്ച് ഓർത്തൊക്കെ ആകുലപ്പെട്ടിട്ടാണെന്നാണ് നിനക്ക് പറയുന്നത്. ഷിയോതാങ് അപ്പോൾ അവിടേക്ക് വന്ന് സാങ് ശരിക്കും മരിച്ചു എന്ന് പതുക്കെ നിനക്കോട് ചോദിക്കുന്നു.
പെട്ടെന്നല്ലെങ്കിലും അല്പം ആലോചിച്ചാണ് നിംകെ അതിന് ഉത്തരം പറയുന്നത്. അതെ, അവൾ മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഷിയോതാങ് അവൾ ഹെവൻലി ഗോഡിന്റെ മകളാണോ എന്ന് ചോദിക്കുന്നു. നിംകെ അതിന് ഉത്തരം പറയുന്നത് അത് തനിക്ക് അറിയില്ല എന്നാണ്. എന്നാൽ അതിനുശേഷം നിംകെ പറയുകയാണ്, എന്തൊക്കെ വന്നാലും അവൾ ഹെവന്റെ ഭാഗമാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ സാങ്സാങ്ങിനെ കുറിച്ച് സംസാരിക്കില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അവളെക്കുറിച്ച് ഞാൻ എന്താണ് കരുതുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവൾ തീർച്ചയായും തിരികെ വരും. ഞാൻ അവളെ കൊണ്ടുവരും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ പോലും. അതിനുശേഷം ഷിയോതാങ്ങിനോട് പറയുകയാണ്, ഞാൻ പിപിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അവൻ എൻ്റെ ജീവൻ പോലും രക്ഷിച്ചതാണ്. അതുകൊണ്ട് അവനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ പറയാൻ മടിക്കരുത്. ഞാൻ ജീവൻ കൊടുത്തും അതിന് തയ്യാറാകും. നിംകെ അവളെ സഹായിക്കാൻ സന്മനസ് കാണിച്ചത് കൊണ്ട് തന്നെ ഷിയോതാങ് അവന് നന്ദി പറയുന്നു. അതിനുശേഷം തന്നെ നോക്കി നിൽക്കുന്ന മറ്റുള്ള സഹോദരന്മാരോട് നിംകെ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അപ്പോൾ മറ്റുള്ള സഹോദരന്മാർ പറയുകയാണ്, അതെ അതെ മതി അങ്ങനെ അവനെന്നെ നോക്കി നിന്നത്. ഫൂസി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മളോട് പറയുക? അപ്പോൾ മറ്റൊരു സഹോദരൻ പറയുകയാണ്, ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. പക്ഷേ അതൊക്കെ കടന്നു പോകണം. നമ്മുടെ ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോകണം. എപ്പോഴും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കരുത്. അതെ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സഹോദരന്മാർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് തിരിയാം. ശേഷം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലേക്ക് തിരിയുന്നു. എന്നാൽ അപ്പോഴും നിംകെയുടെ മനസ്സ് മുഴുവനും സാങ്സാങ്ങിൻ്റെ ഓർമ്മകളാണ്. സാങ്സാങ്ങിൻ്റെ ഒരുപാട് ഓർമ്മകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അവർ തമ്മിലുള്ള ഒരുപാട് കളിച്ചിരികളാണ് അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അവർ ഒരുമിച്ച് ഇരിക്കാറുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ആ ചിന്തകളൊക്കെ കടന്നു വരുന്നത്. പിന്നെ താങ് സ്റ്റേറ്റിലെ ഒരു തെരുവിലെ കടയിലിരിക്കുന്ന ഷിയോഷുവിനെ കാണിക്കുന്നു. അവിടേക്ക് ഒരു പാത്രം നിറയെ ബുൾസയുമായി വന്ന് അത് ഷിയോഷുവിന് കൊടുത്തിട്ട് നിംകെ പറയുകയാണ്, ഈ മുട്ട ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്കിത് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഷിയോഷു സന്തോഷത്തോടെ അവനെ കണ്ടു കഴിയുമ്പോൾ പറയുകയാണ്, നീ തീർച്ചയായും തിരികെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. നിംകെയും അത് തന്നെയാണ് ഷിയോഷുവിനോട് പറയുന്നത്. അതിനുശേഷം പരസ്പരം കൈ കൊടുത്ത് കുറേ നേരം സംസാരിച്ചിരിക്കുന്നു. അതിനുശേഷം രാത്രിയിൽ തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയോഷു പറയുകയാണ്, 5 വർഷങ്ങൾക്ക് മുമ്പാണ് സാങ്സാങ്ങുമായി നീ ഈ ക്യാപിറ്റലിലേക്ക് വന്നത്. എന്നിട്ടും 5 വർഷമല്ല 20 വർഷങ്ങൾ കടന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിംകെ പറയുകയാണ്, ഈ വർഷക്കാലം നമ്മൾ അധികം കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ പരസ്പരം നല്ലവണ്ണം അറിയാം. അതിനുശേഷം അവർ അവരുടെ പഴയ കഥകളൊക്കെ പറയുന്നു, പരസ്പരം കണ്ടുമുട്ടിയതൊക്കെ. ഷിയോഷു ആകട്ടെ പഴയ രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പഴയ രാജാവിൻ്റെ വിശ്വസ്തനായത് എങ്ങനെയാണ്, പഴയ രാജാവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, അവൻ്റെ ഇപ്പോഴത്തെ പൊസിഷനിൽ അവൻ എങ്ങനെയാണ് എത്തിയത്, അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പഴയ രാജാവിനെ ഷിയോഷു കണ്ടുമുട്ടിയത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. അവിടെ വെച്ച് അവർ തമ്മിൽ പരസ്പരം ഒരു ഫൈറ്റ് ഉണ്ടായി. അതിനുശേഷമാണ് അവർ ഫ്രണ്ട്സ് ആയത് എന്നൊക്കെയാണ് പറയുന്നത്. നിംകെ ആകട്ടെ ഷിയോഷുവിൻ്റെ ഒപ്പമുള്ള പഴയ ഓർമ്മകളെക്കുറിച്ചൊക്കെ പറയുന്നു. അവർ തമ്മിൽ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ പോയതൊക്കെ. അപ്പോഴേക്കും അവർ നിംകെയുടെ പഴയ വീടിൻ്റെ അടുത്തെത്തിയിരുന്നു. അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഷിയോഷു അപ്പോൾ ചോദിക്കുകയാണ്, സാങ്സാങ് തിരികെ വരുമോ? നിംകെ അപ്പോൾ പറയുകയാണ്, ഈയിടെയായിട്ട് വല്ലാത്ത സ്ട്രേഞ്ച് ഫീലാണ് എനിക്കുള്ളത്. അവൾ ഈ ഭൂമിയിൽ തന്നെ ഉള്ളതുപോലെ, എന്നോട് വളരെ ക്ലോസ് ആയിട്ട് ഉള്ളതുപോലെ തന്നെ. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം നിംകെ രാജകൊട്ടാരത്തിലേക്ക് വരുന്നതാണ്. രാജകൊട്ടാരത്തിൽ എത്തിയതിനു ശേഷം ഷിയാത്തിയ രാജ്ഞിയെയും രാജാവിനെയും ഒക്കെ നിംകെ വണങ്ങുന്നു. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ പറയുകയാണ്, ഷീലിംഗിന്റെ അധികാരിയുടെ ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. സമാധാന സന്ദേശമാണത്. നിംകെക്ക് അത് കേട്ട് ഒരു പുച്ഛ ചിരി വരുന്നുണ്ട്. അതിനുശേഷം ആ സന്ദേശം വായിക്കുന്നു. നിംകെ പറയുകയാണ്, സമാധാന ചർച്ചയ്ക്ക് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോകാം. പക്ഷേ നമുക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനമായിരിക്കണം എടുക്കേണ്ടത്. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ നിംകെയോട് ചോദിക്കുകയാണ്, ഷീലിംഗിന്റെ ഈ സമാധാന ചർച്ചയുടെ ഉദ്ദേശം എന്തായിരിക്കും? നിംകെ പറയുകയാണ്, നമ്മുടെ ഭാഗത്ത് മാത്രമല്ല അവരുടെ ഭാഗത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് റിക്കവർ ആകാൻ കുറച്ച് സമയം വേണം. ഈ സമാധാന ചർച്ചയുടെ ഉദ്ദേശം അത് തന്നെയാണ്. ശേഷം രാജാവിനോട് പറയുകയാണ്, അക്കാദമിയുടെ തീരുമാനം എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. രാജാവിന് എന്താണോ തോന്നുന്നത് അത് പറയാം. ഷിയാത്തി രാജ്ഞി ചോദിക്കുകയാണ്, പക്ഷേ ഷീലിംഗ് അക്കാദമിയുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിലോ ആരായിരിക്കും ആ ചർച്ചയ്ക്ക് വേണ്ടി വരിക? നീ ആയിരിക്കുമോ, ഫസ്റ്റ് ബ്രദർ ആയിരിക്കുമോ? നിംകെ പറയുകയാണ്, അക്കാദമി അതിലൊരു തീരുമാനവും എടുക്കില്ല. കാരണം അക്കാദമി ലോകകാര്യങ്ങളിൽ ഇടപെട്ടാൽ അവർക്ക് പിന്നെ അതിൽ നിന്ന് തിരികെ വരാൻ സാധിക്കില്ല. പക്ഷേ താങ് സാമ്രാജ്യത്തിൻ്റെ പ്രൊട്ടക്ടർ എന്ന നിലയിൽ എനിക്ക് അതിൽ സൈൻ ചെയ്യാൻ സാധിക്കും. ഞാൻ അക്കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ ഫൈറ്റും ഉണ്ടാകില്ല. രാജാവ് അതൊക്കെ കേട്ടതിന് ശേഷം അവസാനം അവൻ്റെ മുറിവുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. നിംകെ പറയുകയാണ്, ഫൈറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുറിവുകളൊക്കെ ഹീലാകാൻ കുറച്ച് സമയമെടുക്കും. ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം. നീ ഉടനെ തന്നെ ഭേദമാകും. നിംകെ അതിനുശേഷം അവർക്ക് നന്ദി പറഞ്ഞ് അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ തന്നെ അവൻ വീണു പോവുകയാണ്. കാരണം രാജാവിന് വണങ്ങുന്ന സമയത്ത് സ്റ്റിക്ക് സേവകന്മാർക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവൻ വീഴാൻ പോയത്. എന്നാൽ തനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു.
അത് കണ്ട് രാജാവ് അവന് നല്ല കെയറിങ് തന്നെ കൊടുക്കാൻ ഷണ്ടനെ ഏൽപ്പിക്കുന്നുണ്ട്. നിങ്കെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഷിയോഷു ഉണ്ടായിരുന്നു. ഷിയോഷു ചോദിക്കുകയാണ്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നെഗോഷിയേറ്ററായിട്ട് ആരാണ് അങ്ങോട്ട് പോകുന്നത്? നിങ്കെ പറയുകയാണ്, ഇപ്പോഴത്തെ രാജാവ് നല്ലവണ്ണം വളർന്നിട്ടില്ല, ചെറുപ്പമാണ്. ഷിയാത്തിയ രാജ്ഞി അതുകൊണ്ട് തന്നെ നെഗോഷിയേറ്ററായിട്ട് അവന് വിടില്ല. അധികാരം ലിയു രാജ്ഞിക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഷിയോഷു പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു റൂമർ കേട്ടു, യുദ്ധം അവസാനിച്ച ഉടനെ തന്നെ ഷിയാത്തിയ രാജ്ഞി ലിയു രാജ്ഞിയെ കൊല്ലുമെന്ന്. നിങ്കെ പറയുകയാണ്, ഷിയാത്തിയ രാജ്ഞി ഒരിക്കലും അവളെ കൊല്ലില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും വരെയും ലിയു രാജ്ഞി ഒന്നും ജീവിച്ചിരിക്കില്ലായിരുന്നു. ഷിയോഷു അപ്പോൾ ചോദിക്കുകയാണ്, നീയല്ലേ അവളെ തടവറയിലാക്കിയത്, നീ അവളെ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്കെ അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ അവളുമായിട്ട് അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തു പറ്റി? ഷിയോഷു പറയുകയാണ്, മുമ്പത്തെ രാജാവിന് പ്രിയപ്പെട്ടവളായിരുന്നു ലിയു രാജ്ഞി. അതുമാത്രമല്ല എന്നെ അങ്കിൾ എന്ന് ഒരുപാട് പ്രാവശ്യം അവൾ വിളിച്ചിട്ടുണ്ട്. നിങ്കെ അപ്പോൾ പറയുകയാണ്, യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നേക്കുമായി അവൾ കൊട്ടാരത്തിൽ ബന്ധനസ്ഥതയിലായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പോൾ ഷിയോഷു പറയുകയാണ്, പ്രശ്നങ്ങളൊക്കെ കഴിയുകയോ? അത് ഒരിക്കലും കഴിയാൻ പോകുന്നില്ല. ഷിയാത്തിയ രാജ്ഞി ഡീമോണിക് കൾട്ടിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല ലിയു രാജ്ഞിയെ സേവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവർ ലിയു രാജ്ഞിക്ക് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുകയുള്ളൂ. നിങ്കെ അപ്പോൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് ലിയു രാജ്ഞിക്ക് ഇപ്പോൾ എന്ത് നേട്ടമാണുള്ളത്? നേരത്തെ ആയിരുന്നെങ്കിൽ സഹോദരന് വേണ്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഷിയോഷു അപ്പോൾ ചോദിക്കുകയാണ്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ ലിയു രാജ്ഞിയുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു, എപ്പോഴും അവൾക്ക് വേണ്ടി വാദിച്ചിരുന്നു. ഇപ്പോൾ എന്തു പറ്റി? നിങ്കെ പറയുകയാണ്, അവൾ കാരണം നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മരിച്ചതുകൊണ്ട് തന്നെ. താങ് സ്റ്റേറ്റിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് അവൾ കാരണം വെറുതെ മരിച്ചത്. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. പിന്നെ കാണിക്കുന്നത് ആ അറവുകാരനെയും കള്ളുകുടിയനെയുമാണ്. അവർ നടന്ന് ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്ത് തന്നെ എത്തുന്നു. ഹെവൻലി ഗോഡിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്രകാശം മൂലം മുട്ടുകുത്തി അവർ കരഞ്ഞപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, കഴിഞ്ഞ ഇറ്റേണൽ നൈറ്റിനെ അതിജീവിച്ച നിങ്ങൾ ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഇപ്പോൾ മറ്റൊരു ദൗത്യമായിട്ടാണ് നിങ്ങളെ ഞാൻ വിടുന്നത്. അതിനുശേഷം ആ അറവുകാരനോട് പറയുകയാണ്, ഷീലിങ്ങിൽ പോയി ഷീലിങ്ങിൻ്റെ അധികാരിയോട് പറയൂ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരികയാണെന്ന്. കുടിയനോട് പറയുകയാണ്, എൻ്റെ ഈ രഥം നിങ്കയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയുക, എല്ലാ മരണവും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ ഒരു യൂണിയനാണ്. എന്താണ് ഈ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒന്നുചേരൽ എന്ന് മനസ്സിലാവുന്നില്ല. ഹെവൻലി ഗോഡിൻ്റെ മകൾ അതിനുശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. കുടിയനും അറവുകാരനുമാകട്ടെ ശരിക്കും പേടിച്ച് വിറച്ചു പോയിരുന്നു. നിങ്കയോട് പറയാൻ പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം പോലും അവർക്കും മനസ്സിലായിരുന്നില്ല. അവർക്ക് പോലും ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അതിനുശേഷം എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പരസ്പരം അവർ ഓർമ്മിപ്പിക്കുന്നു. ആ കുടിയൻ അപ്പോൾ പറയുകയാണ്, ഈ വാക്കുകൾ ഞാൻ മറന്നു പോവുകയാണെങ്കിലോ? അപ്പോൾ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അറവുകാരൻ പറയുകയാണ്, ഇത്രയും വർഷക്കാലം നീ ഈ ഭൂമിയിൽ ജീവിച്ചു. ഇത്രയും വർഷക്കാലം ജീവിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നീ ഇപ്പോൾ കേട്ട ഈ വാക്കുകളാണ്. അവ നീ മറന്നു പോവുകയാണെങ്കിൽ നീ തീർന്നത് തന്നെ. അത് കേട്ട് പേടിച്ച് വിറച്ച് കുടിയൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഹെവൻലി ഗോഡിൻ്റെ മകളെയും സാങ്സാങ്ങിനെയും കാണിക്കുന്നു. സാങ്സാങ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്കയോട് ആ വാക്കുകൾ പറയാൻ വേണ്ടി അയാളെ പറഞ്ഞു വിട്ടത്? അത് തന്നെയല്ലേ നിനക്ക് പറയാനുള്ളതെന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ ചോദിച്ചു കഴിയുമ്പോൾ സാങ്സാങ് പറയുകയാണ്, നീ എന്ത് ദുഷ്ടയാണ്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നിന്റെ നേറ്റൽ ഓബ്ജക്റ്റ് നിങ്കയാണ്, അതേപോലെ തന്നെ അവൻ്റെ നേറ്റൽ ഓബ്ജക്റ്റ് നീയും. അതുകൊണ്ട് തന്നെ അവനെ കൊന്നാൽ മാത്രമേ എന്നിൽ നിന്ന് ഹ്യൂമാനിറ്റി ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിൽ നിന്ന് ഹ്യൂമാനിറ്റി ഇല്ലാതാക്കിയാൽ മാത്രമേ സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ രണ്ടുപേരെയും ഒന്നാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞാൽ മാത്രമേ സ്വർഗത്തിൽ വെച്ച് എനിക്ക് ഫൂസിയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സാങ്സാങ് അപ്പോൾ ചോദിക്കുകയാണ്, ആ വൃദ്ധനെ കൊണ്ട് അതൊക്കെ സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്കയെയും താങ് സ്റ്റേറ്റിനെയും അയാൾക്ക് നേരിടാനാകുമോ? ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, അയാളെ നിസ്സാരക്കാരനായി കണക്കാക്കണ്ട. അവർ രണ്ടുപേരും മാത്രമാണ് കഴിഞ്ഞ ഇറ്റേണൽ നൈറ്റിനെ അതിജീവിച്ചവർ. ഫൂസി സ്ഥാപിച്ചതാണ് താങ് സ്റ്റേറ്റ്. താങ് സ്റ്റേറ്റ് ഒക്കെ അവർക്ക് നിഷ്പ്രയാസം നശിപ്പിക്കാം. ഫൂസി പീച്ച് ഹില്ലിലെ ഏതാനും ഇതളുകളല്ലേ നശിപ്പിച്ചത്. ഇവർക്ക് പീച്ച് ഹില്ല് മുഴുവനും നശിപ്പിക്കാനാകും. അങ്ങനെ ഫൂസിയേക്കാളും ബെറ്ററാണ് ഇവരെന്നൊക്കെയാണ് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറഞ്ഞു വരുന്നത്. അതിനുശേഷം അവർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷിയോഷുവിനെയും നിങ്കയെയും കാണിക്കുന്നു. ഷിയോഷു ചോദിക്കുകയാണ്, നിന്റെ അസുഖങ്ങളൊക്കെ എപ്പോഴാണ് ഭേദമാവുക? മുറിവുകളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ക പറയുകയാണ്, എനിക്ക് നല്ലവണ്ണം പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ റിക്കവർ ആകാൻ എനിക്ക് എപ്പോഴും സമയമെടുക്കാറുണ്ട്. ഫസ്റ്റ് ബ്രദറിനെയും തേർഡ് സിസ്റ്ററിനെയും കുറിച്ചൊക്കെ ഓർത്താണ് എൻ്റെ ആകുലത.
അപ്പോൾ ഷിയൂഷ് പറയുകയാണ്, നീ ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷൻ്റെ പ്രൊട്ടക്ടർ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആകുലപ്പെടുന്നത്. നിങ്കി അപ്പോൾ പറയുകയാണ്, ശരിയാണ്, ഷീലിംഗ് ഉടനെ തന്നെ മറ്റൊരു അറ്റാക്ക് നടത്തും. എപ്പോഴാണ് അവർ ആ അറ്റാക്ക് നടത്തുക എന്ന് പറയാനാകില്ല. സമാധാന ചർച്ചയൊക്കെ വെറും പ്രഹസനങ്ങളാണ്. ഷിയൂഷ് അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്കി അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വാള് കൊണ്ട് പ്രതിരോധിക്കുമെന്ന് ഷിയൂഷ് പറയുമ്പോൾ നിങ്കി ഞാൻ എൻ്റെ ബ്ലേഡ് കൊണ്ട് പ്രതിരോധിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം കുറേ തമാശയും കളിയും ചിരിയും ഒക്കെയായി അവർ അവിടെ ഇരിക്കുന്നു. പിന്നെ അടുത്ത ദിവസം ഷിയാത്തിയ രാജ്ഞിയുടെയും നിങ്കിയുടെയും അടുത്തേക്ക് ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ വരുന്നതായി കാണിക്കുന്നു. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ അയാളുടെ കുറേ ഗുണസവിശേഷതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവർക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് തന്നെ വിളിച്ചു വരുത്തിയത് എന്നാണ് ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ കരുതിയത്. അതുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ പറയുകയാണ്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ. എന്നാൽ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നിനക്ക് മറ്റൊരു ചാൻസ് കൂടി തരികയാണ്. നിന്നെ നിന്റെ പദവികളിലേക്ക് തന്നെ തിരികെ എടുക്കുന്നു. നല്ലവണ്ണം പെർഫോം ചെയ്ത് നിന്റെ തെറ്റുകൾ തിരുത്താനുള്ള അവസരമായിട്ട് കരുതുക. നിങ്കി പറയുകയാണ്, വലിയൊരു ദാക്ഷിണ്യമാണ് ഷിയാത്തിയ രാജ്ഞി നിന്നോട് കാണിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഷിയാത്തിയ രാജ്ഞിയോട് നീ ക്ഷമാപണമെങ്കിലും നടത്തിക്കൂടെ? അപ്പോൾ അയാൾ പറയുകയാണ്, ശരി, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ അവസാനമായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ലിയു രാജ്ഞിയോട് യാത്ര പറയാൻ അനുവദിക്കണം. ഷിയാത്തിയ രാജ്ഞി അത് അനുവദിക്കുമെങ്കിലും നിങ്കി പറയുകയാണ്, കുറ്റക്കാരിയായി വിധിക്കപ്പെട്ട് അവൾ ഇപ്പോൾ തടവറയിലാണ്, വീട്ടു തടവിലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്കി തുടർന്ന് പറയുകയാണ്, അതുകൊണ്ട് ആരെയും കാണാൻ അവളെ അനുവദിക്കില്ല. നിനക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിന് പുറത്തു നിന്ന് യാത്ര പറച്ചിൽ നടത്താം. അത് കേട്ട് അയാൾക്ക് ദേഷ്യമാകുന്നുണ്ട്. എങ്കിലും ഒന്നും പറയാതെ അതും കേട്ടുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഷീലിങ്ങിലെത്തിയ അറവുകാരനെ കാണിക്കുന്നു. പെട്ടെന്ന് അയാൾ ഷീലിങ്ങിന്റെ അധികാരിയുടെ പുറകിൽ പ്രത്യക്ഷമാവുകയായിരുന്നു. അത് കണ്ട് പേടിച്ച് ഷീലിങ്ങിന്റെ അധികാരി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ അറവുകാരൻ പറയുകയാണ്, നീ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി തന്നെ. അത്ഭുതത്തോടെ ഷീലിങ്ങിന്റെ അധികാരി അപ്പോൾ പറയുകയാണ്, ലെജൻസ് ഒക്കെ പറയാറുള്ളത് അപ്പോൾ ശരിയാണ്, കഴിഞ്ഞ ഇറ്റർനൈറ്റിനെ അതിജീവിച്ച വ്യക്തിയല്ലേ നിങ്ങൾ? എന്നാൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ വന്ന സന്ദേശം അയാൾ പാസ് ചെയ്യുകയാണ്. ഹെവൻലി ഗോഡിന്റെ മകൾ ഷീലിങ്ങിലേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. ഷീലിങ്ങിന്റെ അധികാരി സന്തോഷത്തോടെ അയാളെ വണങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നട്ട്സ് ഒക്കെ വാങ്ങുന്ന ഒരു കടയിൽ നിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നട്ട്സും മറ്റും വാങ്ങുന്ന നിങ്കിയെ കാണിക്കുന്നു. അപ്പോഴാണ് അവൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ വാങ്ങുന്ന സമയത്ത് കടക്കാരൻ ഭാര്യയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ നിരാശയിലാകുന്നുണ്ട്. മിക്കവാറും സാങ്സാങ്ങിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ആയിരിക്കണം. അതിനുശേഷം നിങ്കി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കുറേ പടക്കങ്ങളും ആകാശത്തെ കുറേ വർണ്ണ വിസ്മയങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. അവിടുത്തെ ഏതോ പുതുവർഷത്തിന്റെ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ബുക്ക് മാനിയാക്കിൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതൊക്കെ മനോഹരമായിരിക്കുന്നു എന്ന് ബുക്ക് മാനിയാക്ക് പറയുമ്പോൾ നിങ്കിയും അതെ എന്ന് പറയുന്നു. അപ്പോൾ നിങ്കിയുടെ മുഖത്തെ ആ വിഷമം കണ്ടതുകൊണ്ടായിരിക്കാം ബുക്ക് മാനിയാക്ക് ചോദിക്കുകയാണ്, നീ ആകെ ഡിപ്രസ്ഡ് ആണല്ലോ? നിങ്കി അപ്പോൾ പറയുകയാണ്, ഈ ലോകത്തിലെ ഒരുപാട് കാര്യങ്ങളാണ് എന്നെ ഈ ഡിപ്രഷനിലാക്കുന്നത്. ഒരേ സമയം തന്നെ 1000-ലധികം ചിന്തകളാണ് എൻ്റെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ അത് സാങ്സാങ്ങിനെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ള വിഷമം തന്നെയാണെന്ന് ബുക്ക് മാനിയാക്കിന് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബുക്ക് മാനിയാക്ക് ചോദിക്കുകയാണ്, ഈ ഫെസ്റ്റിവലിൻ്റെ ഇടയ്ക്ക് നീ ആരെയെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടോ? നിങ്കി അപ്പോൾ പറയുകയാണ്, ആദ്യം മിസ്സ് ചെയ്യുക എന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ശരിക്കും ആരെയെങ്കിലും മിസ്സ് ചെയ്യുക എന്നത് ശരിക്കും ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശേഷം ജനറൽ മായിനെ കുറിച്ചും കഴിഞ്ഞ രാജാവിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. ബുക്ക് മാനിയാക്ക് അപ്പോൾ ആലോചിക്കുകയാണ്, അവരെ ആരെയും എനിക്ക് അറിയില്ല, അവരെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിന്റെ കൂടെ ചേർന്ന് അവരെക്കുറിച്ചൊന്നും എനിക്ക് ഓർക്കാനാകില്ല. പക്ഷേ നീ ഓർക്കുന്നത് സാങ്സാങ്ങിനെ കുറിച്ചല്ലേ? അത് അവൾ ഉച്ചത്തിലാണ് ചോദിക്കുന്നത്. അത് അവൻ കേട്ടിട്ടാണോ എന്നറിയില്ല. എങ്കിലും നിങ്കി പറയുകയാണ്, 2 പ്രാവശ്യമാണ് ഞാൻ ഇവിടെ വന്നിട്ട് സാങ്സാങ്ങിനെ ഇങ്ങനെ മിസ്സ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ ബാഡ്ലാൻഡിലേക്ക് പോയ സമയത്ത്, അന്ന് ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അവൾ ഇവിടെ ഏതോ തടവറയിലായിരുന്നു. രണ്ടാമത്തേത് ദേ ഇപ്പോഴത്തെ ഈ അവസരത്തിലും. സാങ്സാങ് തടവറയിലായിരുന്നു എന്ന് പറയുമ്പോൾ സാങ്സാങ്ങിൻ്റെ അപ്പോഴത്തെ ആ അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും വിഷമമാകുന്നുണ്ട്. നിങ്കി തുടർന്ന് പറയുകയാണ്, അന്നൊക്കെ അവൾ നഷ്ടമാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ നഷ്ടമാകുമെന്ന ഭയമില്ലായിരുന്നു. അവൾ എനിക്ക് വേണ്ടി വീട്ടിൽ അന്ന് കാത്തിരിക്കുകയായിരുന്നു. ബുക്ക് മാനിയാക്കിന് അതെല്ലാം കേട്ട് ഒരുപാട് വിഷമമാകുന്നുണ്ട്. കാരണം ബുക്ക് മാനിയാക്ക് നിങ്കി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതേ സമയം തന്നെ ഹെവൻലി ഗോഡിൻ്റെ മകൾ താങ് സ്റ്റേറ്റിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ വൈൻ വലിച്ചെറിയുന്നതായി കാണിക്കുന്നു. അപ്പോൾ സാങ്സാങ് പറയുകയാണ്, താങ് സ്റ്റേറ്റിൽ തന്നെ വിലപ്പെട്ട വൈനാണിത്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വൈൻ. നിങ്കി ഇത് എനിക്ക് എപ്പോഴും വാങ്ങിച്ചു തരാറുണ്ട്. ഹെവൻലി ഗോഡ് അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്കിയെ കുറിച്ചൊരു വാക്ക് പോലും പറയരുത്. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, ഇല്ല ഞാൻ പറയും, എനിക്ക് വീട്ടിലേക്ക് തിരികെ പോകണം.
ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നിന്റെ വീട് ഇവിടെയല്ല, സ്വർഗത്തിലാണ് നിന്റെ വീട്. സാങ്സങ് പറയുകയാണ്, ഇല്ല, എൻ്റെ വീട് ഇവിടെയാണ്, ഞാൻ നിങ്കയുടേതാണ്. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, ഒരിക്കലുമില്ല, നിങ്കയും മറ്റുള്ളവരുമൊക്കെ നിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടവരാണ്. സാങ്സങ് പറയുകയാണ്, ഇല്ല, എൻ്റെ നിങ്ക ആരുടെയും മുമ്പിൽ മുട്ടുകുത്തില്ല. ഹെവൻലി ഗോഡിൻ്റെ മകൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. വീണ്ടും നിങ്കയെ കാണിക്കുന്നു. നിങ്ക പറയുകയാണ്, അവളിപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, അവൾ എന്ത് ചെയ്യുകയായിരിക്കും. ബുക്ക് മാനിയാക്കിനോട് പറയുകയാണ്, എന്നെ കണ്ടിട്ട് നാണമില്ലാത്തവനെ പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ബുക്ക് മാനിയാക്കും പറയുന്നു. നിങ്ക അപ്പോൾ ബുക്ക് മാനിയാക്കിനോട് പറയുകയാണ്, സാങ്സാങ്ങിനെ കൂടാതെ നിനക്കാണ് എന്നെ നല്ലവണ്ണം അറിയാവുന്നത്. ബുക്ക് മാനിയാക്ക് അപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ നല്ലവണ്ണം അറിയാമോ? നിങ്ക അതിന് അറിയാമെന്നും അറിയില്ല എന്നുമാണ് ഉത്തരം പറയുന്നത്. ബുക്ക് മാനിയാക്കാകട്ടെ അത് കേട്ട് വിഷമത്തോടെ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ക അപ്പോൾ എഴുന്നേറ്റ് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബുക്ക് മാനിയാക്ക് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബുക്ക് മാനിയാക്ക് നിങ്ക മുമ്പ് ഒരിക്കൽ കൊടുത്തിട്ടുള്ള ആ കണ്ണടയിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവൾ അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്ന് അവൻ അത് അവൾക്ക് സമ്മാനിച്ചതൊക്കെ. അവൾ അന്ന് വളരെ ഹാപ്പി ആയിരുന്നു, സന്തോഷത്തോടെയായിരുന്നു അവൾ അവളുടെ സ്ഥലത്തേക്ക് അന്ന് തിരികെ പോയത്. അന്ന് നിങ്ക അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യവും അവൾ ഓർമ്മിപ്പിക്കുന്നു. ബുക്ക് മാനിയാക്ക് തുടർന്ന് പറയുകയാണ്, ഞാനാകട്ടെ ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു. നിങ്ക അത് കേട്ടോ എന്നറിയില്ല. നിങ്ക പറയുകയാണ്, അന്ന് നീ ഇവിടെ വന്ന സമയത്ത് സാങ്സാങ് ഇവിടെ നിന്ന് ഓടിപ്പോയി, പക്ഷേ അടുത്തായിരുന്നു. ഇന്നവൾ ഓടിപ്പോയിരിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, എനിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തിടത്തേക്ക്. ബുക്ക് മാനിയാക്കാകട്ടെ ചിരിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരമല്ല പറയുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെയും ഇഷ്ടമാണ്, അത് തന്നെ ധാരാളം, അത് മതി എനിക്ക്. അങ്ങനെ പരസ്പരം യോജിക്കാത്ത കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിലല്ലാത്തത് കൊണ്ട് തന്നെ പരസ്പരം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല എന്നാണ് തോന്നുന്നത്. അവസാനമായിട്ട് ബുക്ക് മാനിയാക്ക് പറയുകയാണ്, എല്ലാം വിധിയാണ്, എനിക്ക് നിന്നെ വീണ്ടും കാണാൻ സാധിച്ചല്ലോ, അത് തന്നെ ഭാഗ്യം. അതേപോലെ തന്നെ സാങ്സങ് ഇപ്പോൾ സ്വർഗത്തിലാണല്ലോ. നിങ്കയാകട്ടെ മുകളിലേക്ക് അവൻ്റെ കയ്യിലുള്ള വൈൻ ഉയർത്തുന്നതായി കാണിക്കുന്നു. സാങ്സങ്ങിന് കൊടുക്കുന്നത് പോലെ ആയിരിക്കാം. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.